രാജ്യം ഉറ്റുനോക്കുന്ന പോരാട്ടമാണ് ഇത്തവണ ബാരാമതി ലോക്സഭാ മണ്ഡലത്തിൽ നടക്കുന്നത്. ശരത് പവാറിന്റെ മകൾ സുപ്രിയ സുലെയും അജിത് പവാറിന്റെ ഭാര്യ സുനേത്ര പവാറും തമ്മിലുള്ള നേർക്കുനേരുള്ള പോരാട്ടം. ഇരുവരും തങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ചത് ഈ ഹനുമാൻ ക്ഷേത്രത്തിന് മുന്നിൽ നിന്നാണ്. ഇതാണ് ശരത് പവാറിന്റെ ഗ്രാമം. എന്നോടൊപ്പം മാതൃഭൂമിയുടെ പൂനെ ലേഖകൻ KV രാജശേഖരനുണ്ട്. രാജശേഖരേട്ട, ആദ്യം തന്നെ നമുക്ക് ഈ ഗ്രാമത്തിൽ നിന്ന് തുടങ്ങാം. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണ്? ഈ കനേരി ഗ്രാമത്തിലാണ് പവറിൻ്റെ കുടുംബത്തിൻ്റെ തുടക്കം. അവരുടെ കുലദേവതയാണ് ഈ ഹനുമാൻ ക്ഷേത്രം. പിന്നെ അദ്ദേഹത്തിൻ്റെ വീട് വലുതായപ്പോൾ നഗരങ്ങളിലേക്ക് മാറിയെങ്കിലും അത് അധികം ദൂരമല്ല. പക്ഷെ അവരെപ്പോഴും ഒരു കുടുംബ ബന്ധം പുലർത്തുന്നത് എല്ലാ കുടുംബകാര്യങ്ങളും തുടക്കം ഇവിടെ വെച്ചിട്ടാണ്. അതുകൊണ്ടാണ് ഈ രണ്ടുപേരും തേങ്ങ അടിച്ച് ഈ ക്ഷേത്രത്തിന്റെ മുന്നിൽ നിന്ന് പ്രചരണം ആരംഭിച്ചത്. ഇതിനകത്ത് കുടുംബ മത്സരമില്ല എന്നുള്ളത് ഏറ്റവും വലിയൊരു തെളിവാണ്. രണ്ടുപേരും ഒരുമിച്ച് ഇവിടെ വരുന്നു, ഇവിടെ ഹനുമാന്റെ മുന്നിൽ തേങ്ങ ഉടക്കുന്നു, എന്നിട്ട് അവരുടെ പ്രചരണം തുടങ്ങുന്നു. അവരുടെ കുടുംബത്തിലെ ഒരു ചിത്രവും ഇതിന്റെ പേരിൽ ഉണ്ടായിട്ടില്ല. രണ്ടായി കഴിഞ്ഞാലും ഇവിടുന്ന് ജയിക്കുന്നത് പവാർ കുടുംബത്തിൽ ആരെങ്കിലും ആവണം എന്നുള്ളൊരു നിർബന്ധ ബുദ്ധിയുള്ള ഒരു കുടുംബമാണ് പവാർ കുടുംബം എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ഇന്ന് രാവിലെ മുതൽ ഈ ബാരാമതിയുടെ പല ഭാഗങ്ങളിൽ സന്ദർശിക്കുമ്പോൾ ഈ ആൾക്കാരത്തൊക്കെ ചോദിക്കുമ്പോൾ ആരെങ്കിലും ഒരാൾ ബൈറ്റ് പോലും തരാൻ ബുദ്ധിമുട്ടാണ്. കാരണം പ്രത്യേകിച്ച് അവർക്ക് ഒരു നിലപാട് പരസ്യമായി പറയാനുള്ള ഒരു ബുദ്ധിമുട്ട് പൊതുവെ ജനങ്ങൾക്കൊക്കെ കാണുന്നുണ്ടല്ലേ. ജനങ്ങളിലേക്ക് രണ്ടുപേര് ജയിച്ചാലും അവർ ഒരുപോലെ സന്തുഷ്ടരാണ്. കാരണം എന്താ, പവാർ കുടുംബത്തിലുള്ള ഒരു വ്യക്തിയായിരിക്കണം ഇവിടുന്ന് പാർലമെന്റിലേക്ക് പോകേണ്ടതെന്നുള്ള നിർബന്ധം ഇവിടുത്തെ ജനങ്ങൾക്ക് മുഴുവനുണ്ട്. അവർക്ക് മുഴുവനുള്ളതാണ്. അത് സുപ്രിയ സുലെ അനുസരിച്ച് സുനേത്ര പവാർ അനുസരിച്ച് എല്ലാ ക്രെഡിറ്റും പോകുന്നത് ശരത് പവാർ തന്നെയാണ്. ശരത് പവാറിന്റെ കുടുംബമാണ് ഇവിടുത്തെ, അദ്ദേഹമാണ് കുടുംബത്തിലെ കാരണവർ. ഇതാണ് അവരുടെ കുടുംബദൈവം. ഇതിനെ പറ്റിയുള്ള ജനങ്ങളാണ് ഇവിടെ ജീവിക്കുന്നത്. കാരണം തന്നെ ഇവിടുത്തെ ജനങ്ങൾ പവറിന്റെ ഇത് കാര്യങ്ങളൊക്കെ അവർ സംതൃപ്തരാണ്. ആര് ചെയ്തുകൊണ്ട് അജിത് പവാർ ചെയ്താലും ശരത് പവാർ ചെയ്താലും പവർ കുടുംബത്തിലെ അംഗങ്ങളാണ് ചെയ്യുന്നത്. അത് പൊതുവെ പറഞ്ഞു കേൾക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവാറിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ്, കാരണം ഇവിടെ സുപ്രിയ പരാജയപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ശരത് പവാർ പിന്നെ ഇല്ല എന്നുള്ളത്. ശരത് പവാറിനെ സംബന്ധിച്ച് സുപ്രിയ സുലെ പരാജയപ്പെടുന്നതോ സുനേത്ര ജയിക്കുന്നതോ തമ്മിൽ യാതൊരു വ്യത്യാസമില്ലെന്നാണ് ഇവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കുന്നത്. കാരണം എന്തെങ്കിൽ സുനേത്ര പവാർ വീട്ടിൽ വന്നൊരു എന്താ പറയുന്നത് മരുമകൾ ഇവരെ സംബന്ധിച്ചോളം ലക്ഷ്മിയാണ് വീട്ടിൽ വരുന്നത്. മകളെക്കാളും കൂടുതൽ ഇവിടെയുള്ള ആൾക്കാർ പ്രാധാന്യം കൊടുത്ത് മരുമകൾക്കാണ്. മകൾ ജയിച്ചാലും സന്തോഷം. രണ്ടായാലും ശരത് പവാറിനെ അത് ബാധിക്കില്ല, ഇവിടെ ജനങ്ങളെയും ബാധിക്കില്ല. രണ്ടായാലും ശരത് പവാർ കുടുംബത്തിലുള്ള ആൾ ജയിക്കണം എന്നുള്ളേ ഇവർക്കുള്ളൂ. പക്ഷേ നമുക്ക് എനിക്ക് തോന്നുന്നത് ഇത് മൂന്നാം തവണയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം രാജശേഖരേട്ടൻ ഈ മേഖലകളിലൂടെയൊക്കെ കടക്കുന്നത്. എന്തായിരിക്കും ഒരു തെരഞ്ഞെടുപ്പ് ഫലം? അവസാനം ആർക്കായിരിക്കും ഒരു സന്തോഷവും ബുദ്ധിമുട്ടും? ഇത്തവണ സുനേത്ര പവാറിനാണ് കൂടുതൽ ചാൻസ് ഉള്ളത്. കാരണം BJP നല്ലൊരു ശക്തിയാണ് ഇവിടെ. ബാരാമതിയോട് തൊട്ടുള്ള മറ്റ് 5 അസംബ്ലി മണ്ഡലങ്ങളുണ്ട്. ആ മണ്ഡലങ്ങളിൽ BJP നല്ല ശക്തമായൊരു പാർട്ടി തന്നെയാണ്. അപ്പം BJPയുടെ വോട്ടും NCPയുടെ വോട്ടും NCPയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നം ഇപ്പം സുനേത്ര പവാറിന്റെ അടുത്തുള്ളത്. തെരഞ്ഞെടുപ്പ് ചിഹ്നം, പാർട്ടിയുടെ പേര്, ഇവിടുത്തെ സാധാരണക്കാർ. പക്ഷെ നമ്മൾ ബാരാമതിയിൽ കാണുന്നതെല്ലാം ശരത് പവാർ കൊണ്ടുവന്നതാണ്. അല്ല, ശരത് പവാർ കൊണ്ടതാണ്. അതിന്റെ ക്രെഡിറ്റ് സുനേത്ര പവാറിനും എടുക്കാം, സുപ്രിയ സുലേക്കും ഒരുപോലെ എടുക്കാൻ പറ്റും. അതിന്റെ മുകളിൽ അവർ മത്സരമില്ല. രണ്ടുപേരും കൂടിയാണുള്ളത്. അൾട്ടിമേറ്റ്ലി ശരത് പവാർ അല്ലാതെ രണ്ടുപേരും പറയുന്നില്ല. പക്ഷെ അതിന്റെ ഗുണം ആർക്കാണ് കിട്ടുന്നുള്ളത് രാഷ്ട്രീയപരമായിട്ട്. ഇതിന്റെ ഇലക്ഷന്റെ അവസാനം എന്തെങ്കിലും മോഡിയുടെ ഭരണം വേണോ അല്ലോ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. മോഡിയും പൂനെയിൽ പറഞ്ഞത് പൂനെ ജില്ലയിൽ 4 മണ്ഡലങ്ങൾ ഒരു ദിക്കിൽ മാത്രമാണ് BJP മത്സരിക്കുന്നത്. 2 മണ്ഡലങ്ങളിൽ ബാരാമതിയും ഷിരൂറും മത്സരിക്കുന്നത് NCP കാൻഡിഡേറ്റാണ്. മാവലിന്റെ ശിവസേനയാണ്. അദ്ദേഹം പറഞ്ഞത് ഇവിടെ നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്തു കഴിഞ്ഞാലും മേരെ ഖാത്തെ മേ ജായേഗ, എൻ്റെ അക്കൗണ്ടിലാണ് അത് പോകുന്നതെന്നാണ് മോഡി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതാണ് ഇവിടെ അൾട്ടിമേറ്റ്ലി ഇവിടെ എന്താ ജയം മോഡി ഭരിക്കണമെന്ന് ഇവിടുത്തെ ജനങ്ങൾ വെച്ചാൽ അവർ സംതൃപ്തരാണ്. മോഡിയുടെ ഭരണത്തിൽ ആർക്കും എതിർപ്പില്ല. പക്ഷെ അവർ പറയുന്നത് ശരത് പവാർ കുടുംബത്തിനെ വിട്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റും. പവാർ കുടുംബത്തിന് നമുക്ക് വലിയൊരു കടപ്പാടുണ്ട്. അദ്ദേഹം പലതും നമുക്ക് വേണ്ടി ഗ്രാമത്തിന് വേണ്ടി ചെയ്യുന്നുണ്ട്. അത് ഇവിടുത്തെ ആൾക്കാർക്ക് 2 അഭിപ്രായമുണ്ട്. BJPക്കാർക്കും അതിനകത്ത് വലിയ അഭിപ്രായം കിടന്നത്. പക്ഷെ രാഷ്ട്രീയപരമായിട്ട് അവർ മോഡിയെ സപ്പോർട്ട് ചെയ്യുന്നു. കാലകാലങ്ങളായിട്ട് RSSയോ അല്ലെങ്കിൽ ശിവസേനയിലോ ഇതുകൊണ്ട് നിങ്ങൾ വല്ലാതെ വേറെ പ്രത്യേകമായിട്ട് ഒരു ബാക്കിയുള്ള രണ്ട് വ്യക്തികളുണ്ട്. രാജശേഖരേട്ടൻ്റെ എന്നെക്കാളും ദീർഘകാലം പൂനെയുടെ ബാരാമതിയുടെയൊക്കെ രാഷ്ട്രീയം സ്പന്ദനങ്ങൾ വളരെ അടുത്തറിയാവുന്ന വ്യക്തിയാണ് രാജശേഖരേട്ടൻ. അല്പം സുനേത്ര പവാറിനാണ് സാധ്യത എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എൻ്റെ ഒരനുഭവത്തിൽ വാശിയേറിയ തെരഞ്ഞെടുപ്പാണ്. കാരണം ഈ പ്രവചനങ്ങൾക്ക് നടത്താൻ വേണ്ടി കഴിയുന്നതിനും അപ്പുറത്തേക്കുള്ള ഒരു വലിയ ഒരു മത്സരമാണ്
ഈ ബാരാമതിയിൽ ഇത്തവണ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള, കാരണം ഈ ജനങ്ങളുടെ അടുത്തൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് അവർക്കൊന്നും യാതൊരു തരത്തിലുള്ള മറുപടിയും പരസ്യമായിട്ട് പറയാനൊന്നും താല്പര്യമില്ല. എന്തെങ്കിലും ഒരു മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് ബുദ്ധിമുട്ടുന്ന അല്ലെങ്കിൽ അവരുടെ ഒരു ഇഷ്ടമില്ലായ്മ ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്നൊക്കെ കരുതി അവർ വളരെ ഗേജ്ഡ് ആയിട്ടാണ് അനുഭവങ്ങൾ പറയുന്നത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പൂനെയുടെയും ബാരാമതിയുടെയൊക്കെ സ്പന്ദനങ്ങൾ അറിയാവുന്ന രാജശേഖരനെ പോലുള്ളവർ പറയുന്നത് നേരിയ മേൽക്കൈ സുനേത്ര പവാറിന് ഉണ്ട് എന്ന് തന്നെയാണ്.